أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. നമ്മുടെ 84ാമത്തെ ക്ലാസ്സാണ് ജമ്മിന്റെ നടക്കാൻ പോകുന്നത്. 83 അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതും അതുപോലെ തുടർന്ന് പോകുവാൻ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. 84ാമത്തെ ക്ലാസ്സിലുള്ള ചർച്ച അൽ കിതാബുൽ ഖാമിസു ഫിൽ ഇസ്തിദ്ലാലി. ഇസ്തിദ്ലാലിലുള്ള ചർച്ചയാണ് 5ാമത്തെ കിതാബ്. ഇസ്തിദ്ലാല് ലക്ഷ്യത്തെ തേടുക എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഈ ഇസ്തിദ്ലാൽ എന്ന് പറഞ്ഞാല് ദലീലും അതൊരു തെളിവ് തന്നെയാണ്. പക്ഷെ ലൈസ ബിനസ്സിൻ മിൻ കിതാബിൻ ഔ സുന്നത്തിൻ, കിതാബ് സുന്നത്ത് എന്നിവ നസ്സല്ല. വലാ ഇജ്മാവുമല്ല, വലാ ഖിയാസുൻ ഖിയാസുമല്ല. അപ്പൊ കിതാബ് സുന്നത്ത് ഇജ്മാ ഖിയാസ് ഇതൊന്നുമല്ലാത്ത ഒന്നാണ് ദലീല്. അങ്ങനത്തെ ഒരു ദലീലാണ് ഇസ്തിദ്ലാല്. വഖദ് ഉരിഫ കുല്ലും മിൻഹ, ഈ പറഞ്ഞ ഓരോന്നിനെയും അതിന്റേതായ തഅരീഫ് അറിയപ്പെട്ടതാ. ഫീമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതിന് ഓരോന്നിനും തഅരീഫ് പറഞ്ഞ് മനസ്സിലാക്കി കിട്ടിയതാണുള്ളത് ഓരോന്നും. ഫലാ യുഖാലു, അപ്പോൾ ഇവിടെ പറയപ്പെടുകയില്ല അത്തഅരീഫു തഅരീഫ് അൽ മുസ്തമിലു അലൈഹ, അവകളുടെ മേലിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തഅരീഫ് ബിൽ മജ്ഹൂലി, ഒരു തിരിയാത്തത് കൊണ്ടുള്ള തഅരീഫാണ് എന്ന് പറയപ്പെടുകയില്ല. അങ്ങനെയാണ് അഭിപ്രായം, ഇതിലില്ല. അപ്പൊ ആ നിലക്കുള്ളതായിപ്പോ ഓരോന്നിനും ഓരോ താരീഫ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും അല്ലാത്ത ഒന്നാണ് ഇവിടെ ദലീൽ എന്ന് പറയുന്നു. അപ്പൊ അതിനാൽ പറഞ്ഞ ഒന്നാണ് അതിന്റെ മേൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന താരീഫുകളൊക്കെ തിരിയാത്തത് കൊണ്ട് പറഞ്ഞു എന്ന് പറയണ്ട എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ നിനക്ക് പറയാം അന്തഖൂലൽ മദ്കൂറു ബി തഅരീഫിൽ മുസന്നിഫി, മുസന്നിഫിന്റെ നിർവചനത്തിൽ പറയപ്പെട്ടത് ലഫ്ളുൻ നസ്സി, നസ്സിന്റെ ലഫ്ള് അന്നഹു യുത്ലഖു അയ്ദൻ ബി മഅന മാ ലാ യഹ്തമിലു ഇല്ലാ മഅനൻ വാഹിദൻ വലാ ഖരീനത്തൻ ഹുന, ഒരു ഖരീനത്തുമില്ല, അതുപോലെ തന്നെ ഒരു മഅന, ഇതുമല്ലാതെ മറ്റൊന്നിന് സാധ്യമാവാത്ത ഒരു അർത്ഥമാണല്ലോ എന്ന് പറയപ്പെടാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ നസ് എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും എന്നല്ലേ. അപ്പോൾ ഫലാ യുഖാലു, അയ്മദ് താരീഫാക്കി പോരും, അയ്മന്ന് മനസ്സിലാക്കി തരികയാണത്. അല്ലാഹുമ്മ എങ്കിലും ഇവിടെ ഒരു മറുപടി കൊടുക്കാനുണ്ട്. നസ് എന്ന് പറയുന്ന പദം അത് കിതാബും സുന്നത്തും എന്നുള്ളത് തന്നെയാണ്. അതിനോട് ഇജ്മാ ഖിയാസ് എന്ന് പറയുന്ന ഇത് അന്വരിച്ചു വന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ, ഖരീനത്തുന ഇറാദി ദാലിക, അതിവിടെ ഉദ്ദേശിക്കാൻ പറ്റും എന്നതിനുള്ള ഖരീനത്താണ്. അപ്പൊ അത് രണ്ടിനോടും അന്വരിക്കപ്പെട്ടെന്ന് മുതബാദിറാവുക ഉപദാലിക്ക, അതല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. അപ്പോ ഇവിടെ ഇങ്ങനെ പറഞ്ഞതില് യാതൊരു പേടിക്കാനില്ല. ഇവിടുത്തെ തഅരീഫ് കുഴപ്പമില്ല, മജ്ഹൂല് കൊണ്ട് പറഞ്ഞു എന്ന് ആരും കരുതേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ആവട്ടെ ഫയദ്ഖുലു ബിൽ ഖിയാസു, അപ്പോൾ ഈ ഇസ്തിദ്ലാൽ എന്ന് പറയുന്നതിൽ പ്രവേശിക്കും അൽ ഖിയാസുൽ ഇഖ്തിറാനിയ്യു, ഇഖ്തിറാനി എന്ന് പറയുന്നൊരു ഖിയാസുണ്ട്, അന്വരിച്ചു വരുന്ന ഖിയാസ് നർത്ഥം വെക്കാം. അതുപോലെ വൽ ഖിയാസുൽ ഇസ്തിസ്നാഇയ്യു, ഇസ്തിസ്നാഇയായ ഖിയാസും ഈ ഇസ്തിദ്ലാലിൽ പെടും. ഇസ്തിസ്ന ചെയ്തുകൊണ്ട് വരുന്ന ഖിയാസൊക്കെ ഉണ്ട്, അതൊക്കെ ഉദാഹരണത്തിലൂടെ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ കഴിയും. വഹുമ, ഈ ഇഖ്തിറാനിയും ഇസ്തിസ്നാഇയും എന്ന് പറയുന്ന ഈ രണ്ടും നൗആനി മിനൽ ഖിയാസിൽ മന്തിഖിയ്യി, മന്തിഖിയാക്കൾ ഖിയാസാക്കുന്നതിൽപ്പെട്ട രണ്ട് ഇനമാണിത്. ഇഖ്തിറാനിയെ ഇസ്തിസ്നാ, അത് മന്തിയാക്കളുടെ അടുക്കലുള്ള ഖിയാസാണ്. അത്തരം മന്തിഖിയാക്കളുടെ രണ്ട് ഇനമായി വരുന്ന ഖിയാസാണ് ഈ ഖിയാസ്. ആവട്ടെ വഹുവ, അത് എന്താണ് മന്തിഖിയ ഖിയാസ് എന്താന്ന് ചോദിച്ചാല് ഖൗലും മുഅല്ലഫും മിൻ ഖളായ, സൂറയും കുബറൊക്കെ പാടെ കൂട്ടി കുറെ കളികൾ ഉണ്ടാക്കുമല്ലോ, അത്തരം കളികൾ കൂട്ടിച്ചേർക്കുണ്ടാക്കപ്പെട്ട ഒരു വാക്കാണ് മന്തിഖിയ ഖിയാസ് എന്ന് പറയുന്നത്. മത സലിമത്ത്,
അപ്പോൾ ആ ഖദിയകൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ലസിമ അൻകു, അപ്പോ ഈ വാക്കുണ്ടല്ലോ ഈ ഖൗല്, ഈ ഖൗലിനെ തൊട്ട് ലാസിമായി വരും. ലിരാത്തിഹി, അതിന്റെ ആ ഖൗലിന്റെ ദാത്തിന് തന്നെ ലാസിമായിട്ട് വരും. ഖൗലിൻ ആഖറു, മറ്റൊരു ഖൗല് എന്താവും, ലാസിമായിട്ട് വരും. ഇങ്ങനെയുള്ള കുറെ ഖദികൾ കൂട്ടിച്ചേർക്കപ്പെട്ട ഖൗലിനെ കൂടെ മന്തിഖിയ ഖിയാസ്. അങ്ങനത്തെ മന്തിഖിയ ഖിയാസിന്റെ ഇനത്തിൽപ്പെട്ട രണ്ട് ഇനമാണ് ഇഖ്തിറാനി, ഇസ്തിസ്നാഇ എന്ന് പറയുന്നത്. ഫഇൻകാന ലാസിമു, അപ്പോൾ അവിടെ ലാസിമാണ് എന്ന് വെക്കുക. ഫഇൻകാന ലാസിമു, അപ്പോൾ ലാസിമായാലേ വഹുവ, ഈ ലാസിം എന്ന് പറയുന്നത് അൻ നത്തീജത്തു, അതാണ് നത്തീജ. സൂറും കുബറും കൂട്ടിയാൽ കിട്ടുന്ന നത്തീജ ഉണ്ടാവും, അതാ ലാസിം. അല്ലെങ്കിൽ ലൗ നഖീലുഹു മദ്കൂറൻ ഫീഹി, അല്ലെങ്കിൽ അതിൽ പറയപ്പെട്ടതായ ഇവിടെ ഉള്ളതിന്റെ നേരെ നഖീൽ എതിരായിട്ട് വരും. ഇങ്ങനെയൊക്കെയായിരിക്കും ബിൽഫിഇലിൽ പറയപ്പെട്ടതായ നഖീലയോ അല്ലെങ്കിൽ ലാസിമായിട്ട് ഒരു നത്തീജയോ ആണ് എങ്കിൽ ഫഹുവൽ ഇസ്തിസ്നാഇയ്യു, അപ്പോൾ അതിന് പറയുന്ന പേര് ഇസ്തിസ്നാഇ എന്നാകുന്നു. നതീജത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആണ്. മദ്കൂറൻ ഫീ എന്ന് പറഞ്ഞാല് അതൊരു ജുസ് ആണ്. അലാ അന്നഹു, അതൊരു ജുസ് ഖദിയത്തിൻ, ഒരു ഖദിയുടെ ജുസ് ആണ് എന്ന് മനസ്സിലാക്കാം. ബിൽ ഫിഇലിൽ പറയപ്പെടുക, ബിൽ ഖുവയല്ല. വ ഇല്ല, അങ്ങനെയല്ല എങ്കിൽ എന്ന് പറഞ്ഞാല് ബിൽ ഫിഇൽ ഔല ബിൽ ഖുവ ആയിരിക്കും. ബിൽ ഖുവയിലാണ് പറയപ്പെട്ടതെന്ന് വെക്കുക. അങ്ങനെ വരുമ്പോ ബിൽ ഇഖ്തിറാനിയു, അത് ഇഖ്തിറാനിയുമായിട്ട് വരും. ഇങ്ങനെയാണ് ഇഖ്തിറാനി, ഇസ്തിസ്നാഇ എന്നീ രണ്ട് ഖിയാസുകളുടെ നിർവചനം. മിസാൽ ഇസ്തിസ്നാഇ, നമ്മൾ ഇസ്തിസ്നാഇ എന്ന് പറഞ്ഞാൽ ലാസിം നതീജയായിട്ട് വരിക, അല്ലെങ്കിൽ ബിൽഫിയിൽ പറയപ്പെട്ടതായിരിക്കുന്ന നഖ്ലിയായിട്ട് വരിക. ആ നഖീല പറഞ്ഞതാണ് ഇസ്തിസ്നാഇ. ഇസ്തിസ്നാഇക്ക് ഉദാഹരണം എന്താണ്? ഇൻകാരൻ നബീദു മുസ്കിറൻ, മുന്തിരിങ്ങക്കള്ള് ലഹരി പിടിപ്പിക്കുന്നതാണ് എങ്കിൽ ഫഹുവ ഹറാമുൻ, ആ നബീദ് ഹറാമാണ്. ലാക്കിൻഹു, എങ്കിലും ആ നബീദ് മുസ്കിറുൻ, അത് ലഹരി പിടിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പറയുമ്പോൾ എന്തായി? ലാക്കിന്റെ ഇസ്തിസ്നാഇ അർഫാണ്. ഇവിടെ ഇസ്തിസ്ന 8 പറഞ്ഞു. ഇപ്പൊ എന്തായി? നബീദ് മുസ്കിർ, ആ മുസ്കിർ ഹറാമാണ്. ലാക്കിന്നഹു മുസ്കിറുൻ, എന്നാ ഇവിടെ യുന്തിജു എന്താ നത്തീജ കൊടുക്കുക? ആ നത്തീജ കൊടുക്കുക ഫഹുവ ഹറാമുൻ, അത് ഹറാമാണ് എന്നാ നത്തീജ കൊടുക്കുക. ഇങ്ങനെ ഇസ്തിസ്നിയാക്കി കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എങ്ങനെ? ഇപ്പൊ ലാസിമാണ് പറഞ്ഞത്, നബീദ് എന്താണ്? മുസ്കിറാണ്. നബീദ് മുസ്കിറാകുമ്പോൾ എന്താണ്? അത് ഹറാമാണ്. പക്ഷേ മുസ്കിറാണ് നബീദ്. അപ്പൊ നത്തീജ എന്തായി കിട്ടിയത്? നബീദ് ഹറാമാണെന്ന് കിട്ടും. അത് ലാസിമ. ഇനി നഖീൽ എടുക്കുക. ഔ ഇൻകാനത് നബീദു, നബീദ് എന്ന് പറയുന്ന സാധനം മുബാഹൻ, അത് ഹലാലാവുകയാണ് എങ്കിൽ ഫഹുവ, അപ്പോൾ അത് ലൈസബി മുസ്കിരിൻ, അത് മുസ്കിർ അല്ലല്ലോ. ലാക്കിന്നഹു, എങ്കിലും അത് മുസ്കിറാണ്. അപ്പൊ എന്താ നത്തീജ കൊടുക്കുക? യുന്തിജു, അത് നത്തീജ കൊടുക്കുക ഫഹുവ ലൈസബി മുബാഹിൻ, നബീദ് മുബാഹല്ല എന്നുള്ളത്. ഇവിടെ നഖീലയാണ്. നബീദ് മുബാഹാണെങ്കിൽ, നബീദ് മുബാഹാണെങ്കിൽ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അതിൽ തന്നെ പറഞ്ഞു അതെന്താണ്? മുബാഹാണെങ്കിൽ മുസ്കിർ അല്ല, പക്ഷെ മുസ്കിറാണ്. അപ്പൊ നഖീല പറഞ്ഞു. മുബാഹിന്റെ നേരെ എതിരെന്താ? മുസ്കിറായല്ലോ, ഹറാമല്ല വരണ്ട്. ആ മുബാഹിന്റെ നേരെ എതിരാണ്. മുബാഹാണെന്ന് പറഞ്ഞു, അതിന് നഖീല മുബാഹ അല്ല. അപ്പൊ ഇവിടെ മുബാഹിനെ പറയപ്പെട്ടു, അല്ല നഖീലയെ പറയപ്പെട്ടു. ഇങ്ങനെ വരുമ്പോൾ എന്തായി? ഈ പറഞ്ഞതൊക്കെ എന്താ? ഇസ്തിസ്നായ ഖിയാസാണ്. ഇവിടെ ഖിയാസാക്കിയത് എന്താ? നബീദിനെ മുസ്കിർ എന്ന് പറഞ്ഞു. നബീദ് മുസ്കിറാണ്. നബീദ് മുസ്കിറാകുമ്പോൾ അത് ഹറാമാണ്, എങ്കിലും മുസ്കിറാണ്, അപ്പൊ ഹറാമാണെന്ന് കിട്ടും. നബീദ് ഹലാലാണ് എങ്കിൽ മുസ്കിറാവാൻ പാടില്ല, പക്ഷെ മുസ്കിറാണ്, അപ്പൊ നബീദ് എന്താല്ല? മുബാഹല്ല. ഈ രണ്ട് ഉദാഹരണവും ഇസ്തിസ്നാഇന്റെ ഉദാഹരണമാണ്.
ഇനി ഇഖ്തിറാനിയുടെ ഉദാഹരണം ബിൽ ഖുവ്വല്ലേ, കുല്ലു നബീദിൻ മുസ്കിറുൻ, എല്ലാ നബീദും മുസ്കിറാണ്. ഓ കുല്ലു മുസ്കിരിൻ, എല്ലാ മുസ്കിറും ഹറാമാണ്. കുല്ലു നബീദിൻ മുസ്കിർ, കുല്ലു മുസ്കിറിൻ ഹറാം. ബിൽ ഫെയിലൂടെ പറഞ്ഞിട്ടില്ല, ബിൽ ഖുവൈല. അപ്പൊ യുന്തിജു കുല്ലു നബീദിൻ, എല്ലാ നബീദും ഹറാമുൻ ഹറാമാണ് എന്നുള്ളത് നത്തീജ കൊടുക്കും. ഓഹുവ അത് മദ്കൂറും ഇവിടെ പറയപ്പെട്ടത് ബിൽ ഖുവയാണ്, ലാ ബിൽ ഫീലി. ബിൽ ഫീല് കൊണ്ടല്ലല്ലോ പറഞ്ഞു, ലാ ബിൽ ഫീലി, ബിൽ ഫീല് കൊണ്ടല്ല, ബിൽ ഖുവയാണ് കൊണ്ട് പറഞ്ഞു. അതായത് നത്തീജത്തും മൗജൂദത്തും ബി മാദ്ദത്തിയ പക്കത്ത്, അത്ര മാത്രമുള്ളൂ. മാദ്ദ കൊണ്ട് മാത്രമേ ഇവിടെ എത്തിക്കപ്പെട്ട നത്തീജ, സൂറത്തില്ലാതെ. കാരണം ഇന്നമാനം തേസ് ഇല്ല ബാദൽ ഇന്തിജാദി, നത്തീജ കിട്ടിയിട്ടേ ആ സൂറത്ത് കിട്ടുന്നുള്ളൂ. അല്ലാതെ എന്തില്ല, അതിനുമ്പ് സൂറത്ത് കിട്ടുന്നേ ഇല്ലല്ലോ. ഇപ്പൊ സൂറത്ത് കിട്ടിയത് എന്താണ്? ഇവിടെ കുല്ലു നബീദിൻ ഹറാമെന്ന് കിട്ടണം. അത് കിട്ടിയത് അപ്പോഴാ നത്തീജ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അതിനുമ്പ് കിട്ടിയിടും കൊല്ലു നബീദ് മുസ്കിറിനെ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ പറഞ്ഞ എന്താണ്? കൊല്ലു മുസ്കിരിൻ ഹറാമെന്ന് പറഞ്ഞു. കൊല്ലു നബീദ് മുസ്കിറും എന്ന് പറയുമ്പോൾ സൂറയായ കഥയ, ഓ കൊല്ലു മുസ്കിരിൻ ഹറാം എന്ന് പറയുന്നത് കുബറയായ കഥയ. ഈ സൂറയും കുബറയും കൂട്ടുമ്പോൾ കിട്ടിയത് എന്താണ്? കൊല്ലു നബീദിൻ ഹറാം അല്ലെ, സൂറയായ കഥയിലുള്ള മൗലു അല്ലേ ഇത്, പിന്നെ മുസ്നദിലെ അല്ലെ കൊല്ലു നബീദ്. പിന്നെ ഉല്ലു മുസ്കിൻ എന്ന് പറയുന്ന കുബറയായ കഥയിൽപ്പെട്ടതല്ല ഹറാമുൻ എന്ന് പറയുന്ന പിന്നെ മുസ്നദ് ബിഹി, അതെടുത്തിട്ട് കൂട്ടി കഥയെ കൂട്ടിയ കൊല്ലു നബീദിൻ ഹറാം. അപ്പൊ ഈ കൊല്ലു നബീദിൻ ഹറാം എന്നുള്ളത് കിട്ടിയത് സൂറത്ത് കിട്ടിയ നത്തീജ കിട്ടിയ ശേഷമാണ്. അതാണ് ബിൽ ഖുവ പറയപ്പെട്ടത്, ലാബിൽ ഫീല്. ലാബിൽ ഫീൽ അല്ല, ബിൽ ഫീല് കൊണ്ട് പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞിടത്തും ബിൽ ഫീലാണ്. കാരണം നബീദ് മുസ്കിറാണ്, അപ്പൊ നബീദ് ഹറാമാണ് എന്ന് കിട്ടും. ലാക്കിന്നോ മുസ്കിറുൻ, അപ്പൊ നത്തീജ എന്താണ്? ഹറാമാണ്. അതിനൊപ്പന രൂപം കിട്ടിയിട്ടുണ്ട്. നബീദ് മുസ്കിറാണ്, അപ്പൊ നബീദ് ഹറാമാണ്. പക്ഷെ നബീദ് മുസ്കിറാണെന്ന് പറഞ്ഞപ്പോ നബീദ് ഹറാമാന്ന് കിട്ടും. നത്തീജന്റെ ഒമ്പന്നെ അവിടെ ഉണ്ട്. ബിൽ ഫീല് പറഞ്ഞു, ഇവിടെ ബിൽ ഖുവൈലും പറഞ്ഞു. വൈസമ്മൽ ഖിയാസു ബിൽ ഇസ്തിസ്നാഇ, ഖിയാസിന് ഇസ്തിസ്നാഇ എന്ന് പേര് നൽകിയത് ലിഷ്തിമാലിഹി, ആ ഇസ്തിസ്നായി ആയിരിക്കുന്ന ഖിയാസ് ചുറ്റി അലാ ഹർഫിൽ ഇസ്തിസ്നാ, ഇസ്തിസ്നാന്റെ ഹർഫ് കൊണ്ട് ചുറ്റി. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇല്ലല്ല ഇവിടെ ഇസ്തിസ്നാന്റെ ഹർഫ്. പിന്നെ അത് അയിനി ലാക്കിൻ, ലാക്കിൻ എന്നുള്ള പദമാണ് ഇവിടെയുള്ളത്, അതിന്റെ മേൽ ചുറ്റി വന്നു. അതുകൊണ്ട് ഈ ഖിയാസിന്റെ പേര് ഇസ്തിസ്നാഇ എന്ന് പറയണം. ഇനി ഒബിൽ ഇഖ്തിറാനി, ഇഖ്തിറാനിയായ ഖിയാസ് എന്ന് പേര് വെക്കാൻ കാരണം ഇഖ്തിറാനി അജ്സാഇഹി, അതിന്റെ ജുസുക്കൾ അഥവാ അസ്അറായ കളിയലും അക്ബർ മുസ്ത, ഇങ്ങനെ മൂന്നെണ്ണമുണ്ട്. ഇവകളിലുള്ള ഹദ്ദുകൾ അയവ ചുറ്റി, അതിന്റെ ജുസുക്കൾ ചുറ്റി വന്നു. ഇഖ്തിറാനിയായ ഖിയാസിന്റെ ജുസുക്കൾ അന്വരിച്ചു വന്നു. അന്വരിച്ചു വന്ന ഹദ്ദുകൾ ഏതൊക്കെ? അസ്അർ ഉണ്ട്, അതിൽ അക്ബർ ഉണ്ട്, വസ്തുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നോക്കുക നമുക്ക് കുല്ലു നബീദ് മുസ്കിൻ അസ്അർ, ഓ കുല്ലു മുസ്കിൻ ഹറാം എന്നുള്ളത് എന്താണ്? കുബ്ര. കുല്ലു നബീദിൻ ഹറാം, ഇങ്ങനെ വസ്തു, ഇങ്ങനെ മൂന്നും കൂടി ചേർന്ന് വന്നുള്ളതായ ജുസുക്കളാണ്. അത്തരം ജുസുക്കളോട് അന്വരിച്ച് വന്നു. അങ്ങനെ വന്നപ്പോ എന്താ? ഇഖ്തിറാനി എന്ന് പേരിടുകയും ചെയ്തു. ഇനി ഈ ഇസ്തിദ്ലാല് എന്ന് പറയുന്ന വകുപ്പിൽ കടക്കുന്നതാണല്ലോ ഖിയാസുൽ ലക്സ്. അങ്ങനെ ഒരു ഖിയാസ് ഉണ്ട്, ആക്കിസിന്റെ ഖിയാസ് എന്ന് പറഞ്ഞ പരിപാടി. വഹുവ ഖിയാസുൽ ലക്സ് എന്ന് പറഞ്ഞാല് ഇസ്ബാത്തു ആക്കിസി ഹുക്മി ഷൈഇൻ, ഒരു വസ്തു അതിന്റെ ഒരു വിധി ഉണ്ട്, ആ വിധിന്റെ നേരെ ആക്സ് സ്ഥിരപ്പെടുത്തി കൊടുക്കുക. ലി മിസിലിഹി, അത് പോലോത്തതിന്, ആ വസ്തു പോലോത്തതിന്. അപ്പൊ ഒന്നിന് വാജിബാണ് എന്ന് ആ വസ്തുവിനുള്ള ഹുക്കുമെങ്കിൽ ആ ഹുക്കുമിന് നേരെ ഹറാം എന്ന്, ആ ഹറാം അതാണ് ആക്സ്, അത് സ്ഥിരപ്പെടുത്തി കൊടുക്കുക. ഉദാഹരണം എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ കാരണം ചോദിച്ചാൽ ലി തആകുസിഹിമ, ആ രണ്ട് വസ്തുവും കീക്കാൻ നോക്കായി വന്നു. ഫിൽ ഇല്ലത്തി, ഇല്ലത്തിൽ അങ്ങനെ വന്നു. അതുകൊണ്ടാണ്. ഏതുപോലെ കമാ തഖദ്ദമ ഫി ഹദീസ് മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ, ആ ഹദീസ് പോലെ തന്നെ അവിടെ എന്തുള്ളത്? അയതി അഹദുനാ ശഹവതുഹു വലഹു ഫീഹാ അജ്റുൻ ഖാല അറഅയ്തും ലൗ വളഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹി വിസ്റുൻ
എന്താ ഹദീസിലുള്ളത്? ഞങ്ങളിൽ നിന്ന് ഒരാള് അവന്റെ വികാരത്തെ കൊണ്ടുപോയി വെക്കുന്നു, എന്നാൽ ഭാര്യയുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ ബന്ധപ്പെടുകയാണെങ്കിൽ ആ ബന്ധപ്പെടലിൽ ആ ഷഹബത്തിനെ വീട്ടുന്നതിൽ ആ വീട്ടിയ ആൾക്കുണ്ടോ അജറും കൂലി ഉണ്ടോ എന്നാ ചോദിച്ചത്. അപ്പൊ അതിന് ഹബീബാ നബി തങ്ങൾ കൊടുത്ത പ്രത്യുത്തരം നേരെ തിരിച്ചാ കൊടുത്തത്. എന്താ കൊടുത്തത്? ഒരാൾ അവന്റെ വികാരത്തെ ഹറാമായ വഴിയിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടേ വെച്ച് വീട്ടിയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എനിക്ക് വിവരം നൽകുക, അവന്റെ മേൽ കുറ്റമുണ്ടോ എന്ന്. ഇവിടെ അക്സായി നടത്തിയില്ലേ? ഹലാലായ മാർഗത്തിലൂടെ വൈവാഹിക ജീവിതം നടത്തിയിട്ട് അവന്റെ വികാരത്തെ അവൻ വീട്ടിയാൽ അതിന് കൂലിയുണ്ട് എന്ന്. അതിനെ നേരെ അക്സെടുത്തിട്ട ചോദിച്ചത് ഹറാമായ വഴിയിലൂടെ അത് ബന്ധപ്പെടുത്തി നടത്തിയാൽ കുറ്റവുമുണ്ട് അല്ലേ? ഇത് രണ്ടിന്റെയും ഇല്ലത്ത്, ഒന്ന് ഹറാമാകുക, മറ്റൊന്ന് ഹലാലാവുക. ഈ രണ്ട് ഇല്ലത്ത് മാറ്റമുണ്ട്. വിധിയും തന്നെ കൂലിയുണ്ട്, അതുപോലെ കുറ്റമുണ്ട്, മാറ്റമുണ്ട്. ഇതാണ് ഖിയാസുൽ അക്സ് എന്ന് പറയുന്നത്. അവിടെ കുറ്റം സുബൂത്തുൽ വിസ്ർ എന്നുള്ളതാണ് ഹദീസിൽ പറയപ്പെട്ടതായത്. അതിന്റെ നേരെ അച്ചെടുക്കുമ്പോ അജ്ർ, കൂലി, സുബൂത്തുൽ അജ്ർ എന്നുമുണ്ട്. പിന്നെ ഒശൈഉൽ വദൂബിൽ ഹറാമി, ഇവിടെ ഒരു വസ്തു ഉള്ളത് ഹറാമിലാണ്, ഹറാമിൽ കൊണ്ടേ വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വസ്തുവിനെ ഹലാലെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പൊ അത് രണ്ടിനും സ്ഥിരപ്പെടുത്തിയത് എന്താ? പറയപ്പെട്ട അക്സ് ഇവിടെ ഉണ്ട് താനും. അപ്പോ ഹറാമിലൂടെ വൽഗ് ചെയ്യുക എന്നുള്ളത്, ഹലാലിലൂടെ വൽഗ് ചെയ്യുക എന്നുള്ളതും അത് രണ്ടും എന്താണ്? വല് ആണ്. വല്, അത് രണ്ടും വല് തന്നെയാണ്. ഇല്ല, അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അത് രണ്ടും ഹഖീഖത്തിൽ എന്താകുമായിരുന്നു? ഇദ്ദാനിയാകുമായിരുന്നു. അപ്പൊ അല്ലല്ലോ വലായി. പിന്നെ ഹുക്കുമേനി, രണ്ടാളെ ഹുക്കും എന്താണെന്നറിയാം, കീക്കാൻ നോക്കായത് കൊണ്ട് എന്ന് പറഞ്ഞു. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ ഹറാമിൽ വെക്കുക, അതാണ് വിസിറിനുള്ള ഇല്ലത്ത്. ഹറാമിൽ വെച്ചാൽ വിസിർ സുബൂത്താകാനുള്ള ഇല്ലത്ത് അതാണ്. ഹലാലിൽ വലുത് ചെയ്താൽ അജ്ർ സുബൂത്താവാനുള്ള ഇല്ലത്തും അതാണ്. അപ്പോ സുബൂത്തുൽ അജ്ർ, സുബൂത്തുൽ വിസിർ, ഇത് രണ്ടും മറ്റൊന്നിന് എതിരല്ലേ? കാരണം ഹറാമിലുള്ള വലുത്, ഹലാലിലുള്ള വലുത്, ഇത് മറ്റൊന്നിന് എതിരാണ്, അക്സാണല്ലോ. അപ്പൊ രണ്ട് ഇല്ലത്തും തമ്മിൽ കീക്കാൻ നോക്കായി ഒന്നല്ല പറഞ്ഞത്. അങ്ങനെ വരുമ്പോ തേടുന്നത് എന്താണ്? ഇത് രണ്ടിൽ ഒന്നിന്റെ മേൽ തറത്തുബായ് എന്നതിന്റെ വിധി മറ്റൊന്നിന്റെ മേൽ തറത്തുബായ് എന്ന വിധി എതിരായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഹലാലായ മാർഗത്തിലൂടെ വൈവാഹിക ജീവിതം നടത്തി വികാരം വീട്ടിയാൽ കൂലിയുണ്ട്. അവിടെ വല് എന്താണ്? ഹലാൽ വെക്കുക എന്നുള്ളതാണ്. അതിനോട് ആസ്പദപ്പെടുത്തി വരുന്ന ഒന്നാണ് കൂലി ഉണ്ട് എന്നുള്ളത്. അപ്പൊ അയിമളാണ് ഹുക്കും അവിടെ. അതിന് നേരെ എതിരാണ് ഹറാമിൽ വെച്ചാൽ കുറ്റം കിട്ടും എന്നുള്ളതും. ഇങ്ങനത്തെ ആക്സായി. അപ്പോ ഖിയാസുൽ അക്സ് വയദ്ഖുലു ഫീഹി, ഇനി ഈ ദലീൽ കിടക്കുന്നതാണ് ഖൗലുന, നമ്മുടെ വാക്ക്. നമ്മുടെ വാക്ക് എന്ന് പറഞ്ഞാൽ മആശിറുൽ മുസ്ലിമീന, മആശിറുൽ ഉലമാ, മആശിറുൽ ഉലമാ എന്നല്ലേ നമ്മൾ പറഞ്ഞാല്. ഇവിടെ മആശിറുൽ ഉസൂലിയീന എന്ന് പറഞ്ഞില്ല. കാരണം ഈ പറയുന്ന വിധി മആശിറുൽ ഉസൂലിയെ കൊണ്ട് പ്രത്യേകമാവുന്നതല്ല, പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ്. എന്താ നമ്മുടെ വാക്ക്? അദ്ദലീലോ, ദലീലാകുന്നത്, യഖ്തളി, അത് തേടുന്നുണ്ട്. എന്തിനെ തേടുന്നുണ്ട്? അല്ലാ യകൂനൽ അംറു കദാ, കാര്യം ഇന്നാലിന്നത് പോലെ ആവാതിരിക്കുക എന്നുള്ളത് തേടുന്നു. ഖൂലിഫദ്ദലീലു ഫി കദാ, ഇന്നാൽ ഇന്ന രൂപത്തിൽ ദലീൽ എതിരാക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ലിമഅന മഫ്ഖൂദിൻ ഫി സൂറത്തിൻ നിസാഇ, തർക്കമുള്ള രൂപത്തിൽ ഇല്ലാതെയാക്കപ്പെട്ടു. ഒരു മഅന അവിടെ ഇല്ലാതെയാക്കപ്പെട്ടു എന്നൊരു നിലപാട് കൊണ്ടാണ് അതിൽ തർക്കം വന്നത്. ഇന്നാൽ ഇന്ന ഇല്ലത്ത് ആവാതിരിക്കൽ തേടുകയും ചെയ്യുന്നു. അപ്പോൾ ഫദബ്ഖാ, ഈ രൂപം അവശേഷിക്കും. അലൽ അസ്ലി, അസ്ലിന്റെ മേലില്. അല്ലദീ ഇഖ്തലാഹു ദലീലോ, ലക്ഷ്യം അതിനെ തേടുന്നുണ്ട്. അങ്ങനെ ആ തേടുന്ന അസ്ലിന്റെ മേലിൽ ഈ രൂപം എവിടെ അവശേഷിക്കും? മിസാലുഹു, അതിന് ഉദാഹരണം പറയാം. എന്താ ഉദാഹരണം? അതിന്റെ മിസാൽ എടുക്കാം. അയ്യഖാല ദലീലു,
പറയപ്പെടലാണ് അദ്ദലീലു ലക്ഷ്യം. യഖ്തളി അത് തേടുന്നുണ്ട്. എന്തിനെ തേടുന്നുണ്ട്? ഇംതിനാഅ തസ്വീജിൽ മർഅത്തി ഒരു പെണ്ണ് വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നതിനെയാണ് ദലീൽ തേടുന്നത്. മുത്തലഖൻ നൽക്ക് പറ്റുകയില്ല. അപ്പൊ മുത്തലഖൻ നൽക്ക് പറ്റുകയില്ല ഒരു പെണ്ണ് വിവാഹം ചെയ്തു കൊടുക്കൽ എന്ന് പറഞ്ഞു അല്ലേ? ഓഹുവ ആ സംഗതി എന്താ? മാ ഒന്നാണ് പീഹി അതിലുണ്ട് മിൻ ഇദ്ലാലിഹ ബിൽ വത്ഇ വഗൈരിഹി വത്തും അല്ലാത്തതുകൊണ്ട് ആ പെണ്ണിനെന്താണെന്നറിയാമോ? നിസ്സാരപ്പെടുത്തുക എന്നൊരു പരിപാടി അതിലുണ്ട്. അല്ലതി എങ്ങനത്തതായി ഇതിലാല് തൈബാഹു ആ ഇതിലാലിന് വിലങ്ങുന്നുണ്ട്. അൽ ഇൻസാനിയത്തു മനുഷ്യനായിരിക്കുക എന്നുള്ളത് അതിനെ വിലങ്ങുന്നുണ്ട്. എന്തുകൊണ്ട്? ഷറഫിഹ ഇൻസാനിയത്തിന് എന്തായെന്നറിയാമോ? ഷറഫുള്ളത് കൊണ്ട്. ഇതാണ് ദലീൽ. അപ്പൊ ആ ദലീൽ പറയുമ്പോ ഹോലിഫഹാദ ദലീലു ഈ ദലീൽ എന്താ? എതിർക്കപ്പെടുന്നുണ്ടല്ലോ. എവിടെ? ഫീ തസ്വീദിൽ വലിയിലഹ ഒരു പെണ്ണിനെ ആ വലിയ കെട്ടിച്ചു കൊടുക്കുക എന്നതിൽ ഈ ദലീൽ എതിർക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ലികമാലി അഖ്ലിഹി അപ്പൊ വിവാഹം ചെയ്ത് കൊടുക്കൽ ജായിസായി. ലികമാലി അഖ്ലിഹി വലിയന്റെ ബുദ്ധി പരിപൂർണമായതുകൊണ്ട്. വഹാദൽ മഅന ഈ പറഞ്ഞ കമാൽ അഖ്ൽ എന്ന് പറയുന്നത് മഫ്ഖൂദുൻ ഫീക അത് പെണ്ണിൽ ഇല്ലല്ലോ. അതുകൊണ്ട് പെണ്ണ് വിവാഹം ചെയ്തെടുക്കാൻ പറ്റില്ല എന്നായി. അപ്പൊ പിന്നെന്താ ഉണ്ടാവവിടെ? അപ്പോൾ അവൾ വിവാഹം ചെയ്തു കൊടുക്കുക അവളുടെ ശരീരത്തെ. അല്ലതീ എന്നുള്ള രൂപമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അല്ലതീ എങ്ങനത്തതായി തദ്വീജ് ഹുവ അത് മഹല്ലുൻ നിസാഇ തർക്കത്തിന്റെ സ്ഥലമാണ്. അലാ മഖ്തല്ലാഹു ദലീലു മിനൽ ഇംതിനാഇ അവളുടെ ശരീരത്തെ വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ ദലീൽ തേടുന്നത്. അങ്ങനത്തെ ഒന്നനുസരിച്ച് ഇവിടെ മഹല്ലുൻ നിസാ ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് അപകടമാണ് എന്നല്ലേ? ഈ പറഞ്ഞ വാക്കുകൊണ്ട് എന്താണെന്നറിയാമോ? ഇതും എന്തിൽ പെടുമെന്നാ പറയുന്നത്? ദലീൽ പെടുമെന്നതാണ്. ഒന്നും കൂടി നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. എന്തെന്നറിയോ? നോക്കാം. സൂറത്ത് എന്ന് പറഞ്ഞാൽ വലിയ അവളെ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു രൂപം. പിന്നെ മഫ്കൂദായ മാന ഇല്ല എന്ന് പറഞ്ഞാൽ കമാൽ അഖല് അത് വലിയനുണ്ട് മിസാലില്. പിന്നെ അത് തർക്കമാകുന്ന രൂപത്തിൽ മഫ്കൂദാണ്. തർക്കമായ രൂപം ഏതാണ്? ഒരു പെണ്ണ് അവളുടെ ശരീരത്തെ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഈ തർക്കമുള്ളതായിരിക്കുന്ന ആ രൂപം അസില് അത് അസിന്റെ മേൽ തന്നെ നിൽക്കുന്നു. എങ്ങനത്തെ അസിലെന്ന് ചോദിച്ചാൽ ദലീൽ തേടുന്നത് അതാണ്. ആ അസിൽ എന്താന്ന് ചോദിച്ചാൽ അതിനെ പരിഗണിക്കപ്പെടുന്ന വിധി ഇതാണ്. അപ്പോ അത് ഇംതിനാഉ തസ്വീജാണ് എന്നുള്ളതാണ്. മുത്തലഖ് നിലക്കെന്ന് പറഞ്ഞാല് അവൾ ശരീരത്തെ കെട്ടിച്ചു കൊടുത്താലും വേണ്ടില്ല, അവളെ വലിയ കെട്ടിച്ചു കൊടുത്താലും വേണ്ടില്ല എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? ഇങ്ങനെയാണ് എതിർക്കപ്പെടുന്ന ദലീല്. ഇവിടെ കൊണ്ടുവന്ന ദലീലാണെങ്കിലോ അത് ദലീലാവുന്നുമില്ല. അതാണെങ്കിൽ മറ്റൊന്നിനോട് എതിർപ്പുമാണ്. ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ അതും എന്തിൽപ്പെട്ടതാന്നാ പറയുന്നത്? ദലീലിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു. പിന്നെ വഹുവ മാ ഫീഹി ഫീഹി എന്നതിലുള്ള ദമീർ ദലീൽ. ആ ദലീൽ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ആ ദലീലിലുണ്ട് എന്തുണ്ട്? മിന്നിദ്ലാലിഹ അവളെ നിസാരപ്പെടുത്തലുണ്ട്. ഒത്തും അതല്ലാത്തതുകൊണ്ടും എന്നുള്ളതാണ്. അപ്പോ ഒരു പെണ്ണ് മുത്തലഖ് നൽക്ക് വിവാഹം ചെയ്തു കൊടുക്കലിന്റെ മേൽ പറ്റൂല എന്നതിന്റെ മേൽ അറിയിക്കുന്ന ദലീല്. ആ ദലീല് എന്താ? തസ്വീജില് അവളെ ഒത്ത് അല്ലാത്തത് കൊണ്ടോ ഒരു നിസ്സാരപ്പെടുത്തലുണ്ട്. ആ നിസ്സാരപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്കിലും മനുഷ്യൻ ഉന്നതസ്ഥാനം ഉണ്ടാകുമ്പോൾ വിളങ്ങുന്നതുമാണ്. അത് വിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതുമല്ലേ? കറംനാ ബനി ആദം എന്നുള്ളത്.
എന്നാ വലിയ അവളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമുള്ള നെസ്സുകൊണ്ട് വ്യക്തമായതുമാണല്ലോ. അത് പറയപ്പെട്ട ഇല്ലത്ത് ജവാസാണ് എന്ന് നെസ്സുമുണ്ട് താനും. ഇങ്ങനെ എതിർക്കപ്പെടുന്നുണ്ട്. ഇതും ദലീൽ ഇസ്തിദ്ലാൽ എന്ന് പറയുന്നതിൽപ്പെട്ടതാണ്. വക്കഥ ഇതേ പ്രകാരം തന്നെയാണ് യദ്ഖുലു ഫീഹി ഇസ്തിദ്ലാൽപ്പെട്ടതാണ്. ഇന്തിഫാഉൽ ഹുക്മി ഹുക്മ ഇല്ല ലിന്തിഫായി മുദറക്കിഹി ആ ഹുക്മിന്റെ ഇല്ലത്തുവിടല്ല അതുമില്ല. ഐ അല്ലദീ ബിഹി യുദ്റഖു മുദറക്ക് എന്ന് പറഞ്ഞാൽ ആ ഒന്നുകൊണ്ട് ഹുക്മിന് മനസ്സിലാക്കപ്പെടാൻ പറ്റും. അത് ഹുവ ദലീലു ദലീലാണ്. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ലം യജിദിൽ മുജ്തഹിദു മുജ്തഹിദ് എത്തിച്ചില്ല. ഇന്തിഫാഉൽ ഹുക്മി ഇല്ല മുദറക്ക് ഇല്ലാത്തതുകൊണ്ട് മുദറക്ക് ഇല്ലാത്തതുകൊണ്ട് ഇന്തിഫാ ഇല്ലാതെ എങ്ങനെ മനസ്സിലാകാന്ന് ചോദിച്ചാൽ ഗവേഷകൻ എന്തായി ആ ദലീൽ കിട്ടിയില്ല. ബഅദൽ ഫൈസ് ശദീദി അതിശക്തമായി പരിശോധിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ദലീൽ ഇല്ലാതിരിക്കുക. അപ്പൊ ഹുക്കുമില്ല. അത് വിജ്ദാനിഹി അപ്പോൾ എന്താണെന്നറിയാമോ? അത് ഇല്ല. ആ ദലീലിന് എത്തിക്കൽ ഇല്ല എന്നുള്ളത് അൽ മുളന്ന ബിഹി അതുകൊണ്ട് വിചാരിക്കപ്പെടുന്ന ഒന്നാണ് ഇന്തിഫാഉഹു എന്തെന്നറിയാമോ? അത് ഇല്ലാതിരിക്കുക എന്നുള്ളത്. ഏത്? ആ ദലീൽ ഇല്ലാതിരിക്കുക എന്നു വിചാരിക്കപ്പെടുന്ന രൂപത്തിലുള്ള ആ ദലീലിന് എത്തിക്കലില്ല എന്നുള്ളത് ദലീൽ അലാ ഇന്തിഫാഉൽ ഹുക്മി ഹുക്ം ഇവിടെ ഇല്ല എന്നതിന്റെ പേരിൽ അറിയിക്കുന്നതാണല്ലോ. ഖിലാഫൻ ലിൽ അക്സർ അധിക പണ്ഡിതന്മാർക്കും ഇതിനോടെതിരാ. കമാ സയത്തി അത് ശേഷം വരുന്നുണ്ട്. ഖാലു അവര് പറയുന്നു ലാ യൽസമു മിൻ അദമി വിജ്ദാനി ദലീലി ഇവിടെ ദലീലിനെ കിട്ടിയില്ല എന്ന നിലപാട് വെച്ചിട്ട് ഇന്തിഫാഉഹു ഹുക്മ ഇല്ല എന്നല്ല അതിനാൽ ലാജിമാവുകയില്ലല്ലോ. സൂറത്തു ദാലിക പറഞ്ഞതിന്റെ രൂപം ഖൗലിന നമ്മൾ പറയുക ലിൽ ഖസ്മി തർക്കിക്കുന്ന ആളോട് ഫീ ഇബ്താൽ ഹുക്മി ഹുക്മ ബാത്തിലാക്കുന്നതിൽ തർക്കുന്ന ഒരാൾ അയാളോട് പറയാ അല്ലദീ എങ്ങനത്തെ ഹുക്മ ദക്കറഹു അയാളെ പറഞ്ഞിട്ടുണ്ട് ബിമസ്അലത്തിൻ മസ്അലയിൽ ആ ഹുക്മിനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഹുക്മിനെ ബാത്തിലാക്കുകയാണ് ഇപ്പോ തർക്കിക്കുന്ന ആൾ പണി. അയാളോട് പറയുന്നു അൽ ഹുക്കുമു ഇവിടെ ഹുക്കുമുണ്ടല്ലോ അത് യസ്തദീ തേടുന്നുണ്ട് ദലീലൻ ലക്ഷ്യത്തെ തേടുന്നുണ്ട്. ലക്ഷ്യമുണ്ട് ഇവിടെ. ഓ ഇല്ല അങ്ങനെ ഹുക്കുമില്ലായിരുന്നുവെങ്കിൽ ലസിമത്ത് കലീമുൽ ഗാഫിലി അങ്ങനെ ലക്ഷ്യത്തെ തേടുന്നില്ല. ലക്ഷ്യത്തെ തേടുന്നുണ്ട് ഹുക്കുമി എന്നുള്ളതാണ്. അപ്പൊ ലക്ഷ്യത്തെ തേടുന്നില്ല എന്ന് വെക്കി എന്നാ പിന്നെ ഇവിടെ അശ്രദ്ധനായ ഒരാളോട് തക്ലീഫ് നടത്തൽ ലാജിമായി വരൂലേ? ഹൈസു ഉജിതൽ ഹുക്കുമു ഇവിടെ ഹുക്കുമുണ്ട്. ഹുക്കുമുണ്ടായിരിക്കെ ബിദൂനി ദലീലിൽ മുഫീദിൽ ലഹു ആ ഹുക്കുമിനെ മനസ്സിലാക്കി തരുന്ന ദലീൽ ഇല്ലാതെ തന്നെ ഹുക്കുമുണ്ട്. ആ ഹുക്കുമിടെ ഉണ്ടായിരിക്കെ നിങ്ങൾ പറഞ്ഞ രൂപത്തിലാണ് ദലീൽ അവനെ തേടിലായെങ്കിൽ അശ്രദ്ധവാനായവരോട് കൽപ്പിക്കാതില്ല ലാസിമല്ലേ? അത് പാടുണ്ടോ? അത് പാടില്ലല്ലോ. അപ്പോ അങ്ങനെ പറഞ്ഞു വലാ ദലീല അലാ ഹുക്കിമിക്ക പിന്നെ താൻ കൊണ്ടുവന്ന ഹുക്കുമിന്റെ മേൽ ദലീലില്ല. ബിസ്സബിരി സബർ കൊണ്ട് ഇവിടെ നോക്കുമ്പോ ദലീലില്ല. സബർ എന്ന് പറഞ്ഞാല് പരിശോധിച്ച് വർത്തമാനൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് നോക്കുമ്പോ ഇല്ല. കാരണം ഇന്ന നിശ്ചയമായിട്ടും നമ്മൾ സബർന അൽ അതില്ലത്ത ദലീലുകളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കി. ഫലം നജിദ് മാ യദില്ലു അലൈഹി നീ ഇവിടെ ഹുക്കുമുണ്ട് എന്ന് പറയുന്നവൻ അറിയിക്കുന്ന ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അവിൽ അസിൽ അല്ലെങ്കിൽ അസ്ല് കൊണ്ട് എന്തില്ല ഇവിടെ ദലീലേ ഇല്ലല്ലോ. കാരണം ഇന്നൽ അസ്ലൽ മുസ്തസ്ഹബു സഹവസിക്കപ്പെടുന്ന അസില് അദമുദ്ദലീലി അലൈഹി അത് ഹുക്കുമിന്റെ മേലിൽ അറിയിക്കുന്നതല്ലല്ലോ. അങ്ങനെ വരുമ്പോഴും എന്ത ഫീ ഹുവ ഐദൻ ദലീല് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹുക്കുമില്ലാന്ന് വെക്കുകയാണ് എങ്കിൽ അതിനോടുകൂടെ സഹവസിച്ച് വരുന്ന ആ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതുകൊണ്ടും എന്തുണ്ടാവുകയില്ല. അസില് കൊണ്ട് സഹവസിച്ചു വിടുകയാണെങ്കിൽ അതും ഇവിടെ എന്തില്ല ഹുക്കുമില്ലാതല്ലേ മനസ്സിലാക്കി തരിക. വക്കഥ ഇപ്രകാരം തന്നെയാണ് യദ്ഖുലു ഫീഹി
ആ ദലീൽ ഇസ്തിദ്ലാൽ കടക്കും ഖൗലുഹും ഫുഖഹാക്കളെ വാക്ക് വുജിദൽ മുഖ്തളി ഇവിടെ ഹുക്മിനെ തേടുന്ന ഒന്ന് എത്തിക്കപ്പെട്ടു, അല്ലെങ്കിൽ മാനിഅ ഉണ്ട്, അല്ലെങ്കിൽ ഫഖദു ശറത്ത് അൽ ഫുഖിദ ശറത്തു അല്ലെങ്കിൽ ഷർത്ത് ഇല്ലാതെയാക്കപ്പെട്ടു എന്നൊക്കെ ഫുഖഹാക്കൾ പറഞ്ഞാലും ഇസ്തിദ്ലാലിൽ പെട്ടതാണ്. ഫഹുവ ഇത് ദലീലുൻ അറിയിക്കുന്നതാണ് അല്ലാ വുജൂദുൽ ഹുക്മി ഹുക്മ ഉണ്ട് എന്നതിന്റെ മേൽ മുഖ്തളി ബിന്നിസ്ബത്തിൽ അവൽ ആദിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഹുക്മുണ്ട് എന്നതിന് മേൽ അറിയിക്കുന്നുണ്ട്. വഅല ഇന്തിഫാഇഹി ഇവിടെ മാനിഅ ഉണ്ട്, മാനിഅ ഉണ്ട് എന്ന് വെക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഷർത്ത് ഇല്ല എന്ന് വെക്കുകയാണ് എങ്കിൽ അവിടെ ഹുക്മ ഇല്ല എന്നല്ലേ വരിക. ബിന്നിസ്ബത്തി ഇലാ മാ ബഅദഹു മുഖ്തളിയുടെ ശേഷം പറഞ്ഞ മാനിഅ അല്ലെങ്കിൽ ഫുഖിദ ഷർത്ത് വരെ ഇവിടെ അഭിപ്രായമുണ്ട്. ഖിലാഫലിൽ അക്സർ അധിക പണ്ഡിതന്മാർക്കും എതിരായിട്ടാണ്. എന്താ അധിക പണ്ഡിതന്മാരും ഈ ഖൗലി വാക്കില് ലൈസ ബി ദലീൽ, ഫുഖഹാക്കളെ ഈ വാക്ക് ദലീലല്ല, പിന്നെ എന്താണത്? ബൽ ദഅവ ദലീൽ, ദലീലാണെന്ന വാദമേ ഉള്ളൂ, ദലീലാവുകയില്ല. വൈന്നമായക്കോനു ദലീല നിശ്ചയമായിട്ടും ദലീല് എന്ന് പറയുന്ന ആവുക ഇതാ ഉയ്യിരൽ മുഖ്തളി ഇവിടെ എന്താണോ മുഖ്തളി എങ്കിൽ അത് കിട്ടണം. മുഖ്തളി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ മാനി എന്താണെന്ന് വ്യക്തമാണ്, ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഷർത്തും അങ്ങനെ തന്നെ. എന്നിട്ട് വുജൂദിൽ അവലേ ആദ്യം പറഞ്ഞതായിരിക്കുന്ന രണ്ട് ഉണ്ട് എന്ന് വ്യക്തമാക്കപ്പെടുകയും വേണം, എന്തിനേ നടക്കുള്ളൂ. വല ഹാജത്തയില്ല ബയാനി വഖ്തി സാലിസി ഷർത്ത് ഇവിടെ ഇല്ല എന്ന് വിശദീകരിക്കലേക്ക് ആവശ്യമില്ല. കാരണം അന്നഹു അത് അലാ വിഫ്ഖിൽ അസ്രി, അത് അസ്രിനോട് യോജിച്ചിട്ടുള്ളത് തന്നെയല്ലേ, പിന്നെ എന്തിന്റെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞു. ഇനി മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. അൽ ഇസ്തിഖ്റാഉ ബിൽ ജുസിഇ അൽ കുല്ലി, ജുസിഇ കൊണ്ട് പരിശോധിച്ചിട്ട് കുല്ലിയുടെ മേൽ എന്താവുക വിധി കൽപ്പിക്കുക. അങ്ങനെയുണ്ട്, ജുസിഇയുടെ വിധി കുല്ലിയിന് കൊടുക്കുക. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ബിഅൻ തുതബ്ബഅ ജുസിഇയ്യാത്തു കുല്ലിയ്യൻ, എല്ലാ കുല്ലി എടുക്കുക, എന്നിട്ട് ആ കുല്ലിന്റെ എല്ലാ ജുസികളെയും പരിശോധിച്ചിട്ട് നോക്കുക. അങ്ങനെയാണ് ഇസ്തിഖ്റാ ഉണ്ടാവുക. എന്തിന്? ലിയുസ്ബത ഹുക്മുഹാ ലഹു, ആ ജുസിഇയ്യാത്തിന് കിട്ടിയ വിധി എന്താണോ അത് ഈ കുല്ലിയിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതാണ് അൽ ഇസ്തിഖ്റാഉ ബിൽ ജുസിഇ അൽ കുല്ലി എന്നതിന്റെ അർത്ഥം. അത് തന്നെ ഇൻകാന താമൻ, അത് താമായി നിൽക്കുകയാണ് എങ്കിൽ, പരിപൂർണമായി നിൽക്കുകയാണെങ്കിൽ ബിൽ കുല്ലി, അതായത് എല്ലാ ജുസിഇയ്യാത്തും മുഴുവൻ കൊണ്ടും ആ ഇസ്തിഖ്റാ താമാവണം. ഇല്ലാ സൂറത്തൻ നിസാഇ, നിസാഇന്റെ രൂപം ഒഴിച്ച്, തർക്കമുള്ള രൂപം വെച്ച് ബാക്കിയൊക്കെ എന്താവണം? താമാവണം കുല്ലിയെ കൊണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഫഖത്ഇയ്യുൻ, ഇതിന് പറയുന്ന പേര് ഇസ്തിഖ്റാ ഖത്ഇ ആയിരിക്കും. ഫഹുവ ദലീലുൻ ഖത്ഇയ്യുൻ, അത് ഖത്ഇയായ ദലീലാണ്. ഫി ഇസ്ബാത്തിൽ ഹുക്മി ഫി സൂറത്തിൻ നിസാഇ, തർക്കിക്കുന്ന ആ രൂപത്തിൽ ഹുക്മിനെ സ്ഥിരപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ ദലീല് ഖത്ഇയായിരിക്കും. ഇൻദൽ അക്സർ, അധികം ആളുകളുടെയും അടുക്കൽ അങ്ങനെയാണ് ഉള്ളത്, ഉലമായി പണ്ഡിതരിൽ നിന്ന്. വഖീല, ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട് ലൈസ ബിഖത്ഇയ്യിൻ, ഈ പറഞ്ഞ ദലീൽ ഖത്ഇ അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഇഹ്തിമാലി മുഖാലഫത്ത് തിൽക സൂറത്തി, അവിടെ പറഞ്ഞ ആ രൂപം എതിരാവൽ ഉണ്ടാവാനോ, ലി ഗൈരിഹ, അത് അല്ലാത്തതിനോട് ഈ പറഞ്ഞ രൂപം എതിരാവൽ ഉണ്ടാവാൻ ഇഹ്തിമാൽ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഖത്ഇ അല്ല. അലാ ബുഇദിൻ, അലാ ബുഇദിൻ എന്ന് പറഞ്ഞാല് ബുഇദോടുകൂടെ, അപ്പൊ ബുഇദോട് കൂടെ എന്തുണ്ടാവാം? അവിടെ ഇഹ്തിമാൽ വരാം, ഖരീബോട് കൂടെ അല്ലെങ്കിലും. അതുകൊണ്ട് ഖത്ഇ എന്ന് പറയാൻ പറ്റൂല. അതിന് മറുപടി ഔജീബ, അതിന് മറുപടി കൊടുക്കപ്പെട്ടു. എന്താ മറുപടി അറിയോ? ബിഅന്നഹു, നിശ്ചയമായിട്ടും അത് മുനസ്സലും മൻസിലത്തുൽ അദമി, അത് ഇല്ലാത്തൊരു പോസ്റ്റിൽ അതിനെ ഇറക്കപ്പെട്ടു എന്ന് കരുതിയാൽ പോരെ. അങ്ങനെ പറ്റിയാൽ ആ വിഷയം അവിടെ തീരും. നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ ഒരു മുഖാലഫത്ത് ഉണ്ടാവുക, ഇതോടുകൂടി അകത്തൊന്നും ഇല്ലാതെ സങ്കല്പിക്കുക, അതിനെ വെച്ച. അല്ലെങ്കിൽ ലൗകാന നാഖിസൻ, അത് നാഖിസായി, എല്ലാം കൊണ്ടുമായില്ല ഈ ദലീല്. ഇസ്തിഖ്റാ ഐ ബി അക്സൽ ജുസിഇയ്യാത്തിൽ ഖാലി അൻ സൂറത്തിൻ നിസാ,
നിസാഇന്റെ രൂപത്തെയും തൊട്ട് ഒഴിവായതായ അധിക ജുസുക്കളും, കുറഞ്ഞ ജുസുക്കൾ തോന്നുന്നില്ല, അധികം കുറച്ച് ഒഴിവായിരിക്കും. അങ്ങനത്തെ ജുസുക്കളെ കൊണ്ടാണ് ഇഷ്തിഖ്റാഅ് വന്ന് അങ്ങനെ നാഖിസായി വന്നാൽ അതിന് പറയുന്ന പേര് ലന്നിയ്യൻ. ലന്നിയാണ്. ഫിഹാ ആ ജുസിയാത്തുകൾ ലന്നിയാണ്. ലാ ഖത്ഇയ്യൻ, അത് ഖത്ഇയ്യല്ല. കാരണം ലിഹ്തിമാലി മുഖാലഫത്തി അലിദാലിക്കൽ മുസ്തഖറായി, ഇവിടെ എന്താണോ ഇസ്തിഖ്റാ ചെയ്തുണ്ടാക്കി കിട്ടിയതെങ്കിൽ അതിനോട് ഈ പറഞ്ഞ സൂറത്തുൻ നിസാ എതിരാവുന്ന ഇഹ്തിമാലുണ്ടല്ലോ, അങ്ങനെ ഇഹ്തിമാലായത് കൊണ്ടാണ് ഖത്ഇ എന്ന് പറയാതെ ലന്നി എന്ന് പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന ഈ സാധനത്തിന് ഫുഖഹാക്കൾക്കൊരു പേര് ഇൽഹാഖൽ ഫർദി ബിൽ അഗ്ലബ് എന്നാണ്. ഫർദിനെ അഗ്ലബിനോട് ചേർക്കുക എന്നതാണ് ഇവിടെ ഫുഖഹാക്കൾ കൊടുക്കുന്ന പരിപാടി. കുല്ലിയിന് കൊടുക്കാൻ വേണ്ടി ജുസിയാത്തിനെ ഖിയാസാക്കിയെടുക്കുന്ന രൂപത്തിന് ഖിയാസിനെ പരിശോധിക്കല്ല, ജുസിയാത്തിനെ പരിശോധിച്ചിട്ട് ഹുക്മിന് വിധി കൊടുക്കുന്നതിന് പറയുന്ന പേര് ഇൽഹാഖുൽ ഫർദ് ബിൽ അഗ്ലബ് എന്ന് പറയും. പിന്നെ ഇനിയുള്ളത് ഇൻഷാ അല്ലാഹ് മറ്റൊരു മസ്അലയാണ് ഇസ്തിസ്ഹാബിൽ പറയുന്ന മസ്അല. ഇൻഷാ അല്ലാഹ് നാളെ അതങ്ങ് വിശദീകരിക്കാം. ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചത് അള്ളാഹു നമ്മൾ ഖബൂൽ ചെയ്യട്ടെ. അതിൽ വന്നതായ എല്ലാ ന്യൂനതകളും പാകപ്പിഴവുകളും അള്ളാഹ് പുറത്ത് മാപ്പാക്കി തരട്ടെ. നമുക്ക് അള്ളാഹു തആല ഇൽമു ഉപകാരം ചെയ്തു തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ദുആ വസിയത്തോടുകൂടെ ഈ വോയിസ് ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ വിടട്ടെ. വേണ്ടതുപോലെ ശ്രദ്ധിച്ച് പ്രതികരിച്ചാലും